കോഴിക്കോട് കുന്നമംഗലത്തെ കാറും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് 3 പേർ മരിച്ചു. ഈങ്ങാപ്പുഴ സ്വദേശി സുഹൈൽ, കൊടുവള്ളി സ്വദേശി നിഹാൽ, വയനാട് സ്വദേശി ഷമീർ എന്നിവരാണ് മരിച്ചത്. ഗൂഗിൾ കെ വേണുഗോപാലാണ് ചേരുന്നത്. ഗൂഗിൾ, ദാരുണമായ സംഭവമാണ്. എപ്പോഴായിരുന്നു അപകടം? വിവരങ്ങൾ ഗൂഗിൾ. ഗൂഗിൾ കെ വേണുഗോപാലാണ് ചേരുന്നത്. ഗൂഗിൾ, അതിദാരുണമായ സംഭവമാണ്. 3 പേർ മരിച്ചു. എന്തൊക്കെയാണ് വിവരങ്ങൾ ഗൂഗിൾ? അതിദാരുണമായ ഒരു സംഭവം തന്നെയാണ് നടന്നിട്ടുള്ളത്. ഇന്ന് രാവിലെ 2:50 കൂടിയിട്ടായിരുന്നു ഇത്തരത്തിൽ ഒരു വാഹനാപകടം കുന്നമംഗലം പതിമംഗലം ഭാഗത്ത് വെച്ച് നടന്നിട്ടുണ്ടായിരുന്ന 5 പേരാണ് ഈ വാഹനത്തിൽ, ഈ കാറിലും പിക്കപ്പ് വാനിലുമായിട്ടുള്ള യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ കാറിൽ യാത്ര ചെയ്ത 2 പേരും പിക്കപ്പ് വാനിന്റെ ഡ്രൈവറും ഉൾപ്പെടെയുള്ള 3 പേരാണ് മരണപ്പെട്ടത്. ബാക്കി 2 പേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. 5 പേരായിരുന്നു വാഹനത്തിൽ ആകെ ഉണ്ടായിരുന്നത്. ഇന്ന് രാവിലെ 2:50 കൂടിയിട്ടായിരുന്നു ഇത്തരത്തിൽ ദാരുണമായ ഒരു അപകടം സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ഈ പുലർച്ചെ ആയതിനാൽ തന്നെ ആളുകളൊക്കെ ഇങ്ങോട്ടേക്ക് എത്തുന്നതിൽ ഒരു വൈകുന്നൊരു കാഴ്ചയുണ്ടായിരുന്നു. നാട്ടുകാരൊക്കെ രക്ഷാപ്രവർത്തനം നടത്താൻ ശ്രമിക്കുന്നതിനിടയിലായാലും ഇവരെ പുറത്തെടുക്കാൻ സാധിക്കാത്തൊരു സാഹചര്യമുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കണ്ടാൽ തന്നെ മനസ്സിലാകും. വാഹനം പൂർണ്ണമായും ചതഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതിന്റെ മുൻഭാഗത്തൊക്കെ പൂർണ്ണമായി ഉയരുന്നു. നാട്ടുകാരൊക്കെ പിടിച്ചു പുറത്തേക്ക് എടുക്കാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും രക്ഷപ്പെടുത്താൻ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടായി. പിന്നീട് ഈ പറഞ്ഞതുപോലെ ഫയർഫോഴ്സിന്റെ യൂണിറ്റ് ഒക്കെ വന്നതിന് ശേഷം കട്ടറുകൾ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ആളുകളെ, ഹൈഡ്രോളിക് കട്ടറുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ആളുകളെ പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. കൊടുവള്ളി ഭാഗത്തു നിന്ന് കുന്നമംഗലം ഭാഗത്തേക്ക് വരികയായിരുന്നു പിക്കപ്പ് വാൻ. അതിന്റെ എതിർദിശയിലായിരുന്നു ഈ പറയുന്ന നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന i20 വാഹനം വന്നിട്ടുണ്ടായിരുന്നത്. അപകട കാരണം എന്താണ് എന്നതിനെ സംബന്ധിച്ച കാര്യം വ്യക്തമല്ല. ബാക്കി 2 പേർ ആശുപത്രിയിൽ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. എന്തായാലും ഇന്ന് രാവിലെ തന്നെ നമ്മൾ കേൾക്കുന്നത് ഇത്തരത്തിലൊരു ദാരുണമായ ഒരു സംഭവമാണ്. അപകടപരമായ വാർത്തയാണ്. വാഹനത്തിന്റെ ദൃശ്യങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാകും എത്രത്തോളം ആഘാതം ഉണ്ടായിരുന്നു ആ ഇടുക്കി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. വാഹനത്തിനകത്തൊക്കെ ചോരയുടെ ദൃശ്യങ്ങളും മറ്റും നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. ഈങ്ങാപ്പുഴ സ്വദേശികളായിട്ടുള്ള കുടുംബം സഞ്ചരിച്ച കാറാണ് ഇത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈങ്ങാപ്പുഴ സ്വദേശികളായിട്ടുള്ള കൊടുവള്ളി വാവാട് സ്വദേശി നിഹാൽ, വയനാട് സ്വദേശി ഷമീർ, മറ്റൊരാൾ ഈങ്ങാപ്പുഴ സ്വദേശിയായിട്ടുള്ള മറ്റൊരാൾ എന്നിങ്ങനെയാണ് 3 പേരാണ് മരണപ്പെട്ടത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ബാക്കിയുള്ള ആളുകളുടെ ചികിത്സ ഇപ്പോൾ നടക്കുന്നത്. അവരുടെ പരിക്കിനെ സംബന്ധിച്ച കാര്യം കുറച്ച് അസാരമായ പരിക്കുകളാണ് അവർക്കുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു. ഈ വാഹനത്തിന്റെ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് അതിന്റെ അപകടത്തിന്റെ വ്യാപ്തിയും വളരെയധികം മനസ്സിലാക്കാൻ സാധിക്കും. 2:50 ഇത്തരത്തിലൊരു വലിയ രീതിയിലുള്ള ഒരു അപകടം ഉണ്ടായത്. 3 പേരാണ് കോഴിക്കോട് കുന്നമംഗലത്തുണ്ടായ വാഹനാപകടത്തിൽ മരിച്ചത്. ഗൂഗിൾ കെ വേണുഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.